ഇന്ത്യയും ജപ്പാനും നവീകരിച്ച ബഹുരാഷ്ട്രവാദത്തിന്റെ UNSC പരിഷ്കാരങ്ങളുടെയും അടുത്ത പങ്കാളികളാണ് എന്ന് എസ് ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു. വിശാല താൽപര്യങ്ങൾ, പരിഷ്കരണവാദ അജണ്ട എന്നിവയാൽ രൂപപ്പെട്ട അനിശ്ചിതത്വ ലോകത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് ഏഷ്യയിലെ സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നുണ്ട്. അനിശ്ചിത ലോകത്ത് ഇന്ത്യയുടെ പങ്ക് എന്ന വിഷയത്തിൽ നിക്കി ഏഷ്യ 2024 ഫ്യൂച്ചർ ഓഫ് ഏഷ്യ ഫോറത്തിൽ ജയശങ്കർ നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ പരിഷ്കരിച്ച ബഹുമുഖത്വത്തിനായുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയും ജപ്പാനും അടുത്ത പങ്കാളികളാണ്. തങ്ങളുടെ സഹകരണം ചതുർഭുജ സുരക്ഷാ സംവാദത്തിൽ ക്വാഡ് 4 ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യ, ഓസ്ട്രേലിയ, US, ജപ്പാൻ അത് നന്മയ്ക്കായുള്ള ഒരു ശക്തിയാണ്. അത് ലോകം കൂടുതൽ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങളും 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളും ഉൾപ്പെടെ 15 അംഗരാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾക്കൊള്ളുന്നത്. UNSCയിലെ 5 സ്ഥിരാംഗങ്ങളിൽ ചൈന, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. UNSC ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര ചട്ടക്കൂട് പരിഷ്കരിക്കണമെന്നും രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നേടണമെന്നും ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ബഹുധ്രുവീകരണം, പരിഷ്കരിച്ച ബഹുമുഖവാദം എന്നിവയിലൂടെ മുന്നോട്ടു പോകുന്നതിൽ ഇന്ത്യ വിശ്വസിക്കുന്നുവെന്നും സുരക്ഷിതത്വവും സുസ്ഥിരവും സമൃദ്ധവും യാഥാർത്ഥ്യമാക്കുന്ന സാഹചര്യങ്ങൾക്ക് ജപ്പാനുമായും തങ്ങളുടെ ഏഷ്യൻ പങ്കാളികളുമായും പ്രവർത്തിക്കുമെന്നാണ് ജയശങ്കർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനിശ്ചിതത്വത്തിലായ ലോകത്തോടുള്ള ഇന്ത്യയുടെ സമീപനം രൂപപ്പെട്ടിരിക്കുന്നത് ചക്രവാളങ്ങൾ വിശാലമാക്കുകയും താൽപര്യങ്ങൾ വിശാലമാക്കുകയും പരിഷ്കരണ അജണ്ടയിലുമാണ്. സ്വതന്ത്രവും തുറന്നതും സുരക്ഷിതവും സമാധാനപരവും സമൃദ്ധവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക് ലോകത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും ആവശ്യമായ ഒരു മുൻവ്യവസ്ഥയാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ ഇന്ത്യ ജപ്പാൻ പ്രത്യേക സ്ട്രാറ്റജിക് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഒരു പ്രധാന ഘടകമാണ് എന്നും ജയശങ്കർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ്, ജപ്പാന്റെ സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് വിഷൻ എന്നിവ തമ്മിലുള്ള വിന്യാസവും ഇൻഡോ പസഫിക്കിലെ ആസിയാൻ ഔട്ട്ലുക്കിനുള്ള പിന്തുണയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിനും ജയശങ്കർ അടിവരയിടുകയും കൂടുതൽ ഉൽപാദന കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഡിജിറ്റൽ ഡൊമൈനിൽ വിശ്വാസവും സുതാര്യതയും വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മികച്ച നീക്കങ്ങളിലേക്ക് കടക്കണമെന്നുമാണ് പറയുന്നത്. ഡിജിറ്റൽ ഡൊമൈനിൽ വിശ്വാസവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനിടയിൽ പ്രതിരോധ ശേഷിയുള്ളതും വിശ്വസനീയവുമായ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കും. യഥാർത്ഥത്തിൽ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ബഹുമുഖവുമായ കണക്ടിവിറ്റി ഫ്ലോകൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യക്കും ജപ്പാനും പൊതുവായ താൽപര്യങ്ങളുണ്ട്. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പല കാര്യങ്ങളിലും പരസ്പര പൂരകമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏഷ്യയിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ എന്ന നിലയിൽ പ്രതിരോധ സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കെട്ടിപ്പടുക്കുന്നതിലൂടെയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ആദരവോടെയും സമാധാനപരമായ പരിഹാരത്തിന് നമ്മെ തന്നെ പ്രതിജ്ഞാബദ്ധമാക്കുന്നതിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ വിസ്തൃതി ഇന്ന് വ്യാവസായിക മത്സരക്ഷമത, ശുദ്ധമായ ഊർജ്ജ പങ്കാളിത്തം, ഡിജിറ്റൽ പങ്കാളിത്തം, അർദ്ധചാലക വിതരണ ശൃംഖലകൾ തുടങ്ങിയ മേഖലകളിലെ ക്രമീകരണങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ബഹിരാകാശം, ഭക്ഷ്യസംസ്കരണം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗവേഷണ വികസന സഹകരണം എന്നിവ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് മറ്റൊരു കാര്യം. ജപ്പാൻ വളരെ കാലമായി ഇന്ത്യയുടെ വികസന പങ്കാളിയാണ്. സമീപ വർഷങ്ങളിൽ അതിന്റെ സഹകരണം വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി ഒരു പുതിയ യുഗത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന സ്ഥിരമായ പുരോഗതിയെ കൈവരിക്കുന്നുണ്ട്. 2027ഓടെ ഇന്ത്യയിൽ 5 ട്രില്യൺ yen ജാപ്പനീസ് നിക്ഷേപം യാഥാർത്ഥ്യമാക്കുക എന്നത് പങ്കിട്ട ഒരു ലക്ഷ്യമാണ്. യൂറോപ്യൻ യൂണിയനുമായി $135 ബില്യൺ, US-ഉം ചൈനയുമായി $118 ബില്യൺ വീതവും, UAE-യുമായും $84 ബില്യണും, റഷ്യയുമായി $66 ബില്യൺ പ്രതിവർഷം ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം. ജപ്പാനുമായി ഇത് $23 ബില്യൺ അടുത്താണ്. ഇന്ത്യയിൽ ജാപ്പനീസ് ഭാഷാ വൈദഗ്ധ്യം വികസിപ്പിക്കുക, ഇന്ത്യൻ വൈവിധ്യങ്ങളുടെയും കഴിവുകളുടെയും ചലനാത്മകത വർദ്ധിപ്പിക്കുക, വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിനിമയം ഉറപ്പാക്കുക തുടങ്ങിയ സഹായകമായ ഡൊമൈനുകളിലും കൂടുതൽ ജോലി ആവശ്യമാണ്. ആഗോള ജോലിസ്ഥലത്ത് മനുഷ്യ വിഭവശേഷി കൂടുതൽ ഫലപ്രദമായി വഹിക്കാൻ ഇന്ത്യ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ നിർബന്ധിത പ്രവർത്തനങ്ങൾ ആ പ്രക്രിയയെ നയിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയെ ഇന്നൊവേഷൻ, റിസർച്ച്, ഡിസൈൻ, എഞ്ചിനീയറിംഗ് എന്നിവയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആഗോള വിതരണ ശൃംഖലകളിൽ ഇന്ത്യയെ കൂടുതൽ ആഴത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള തന്ത്രത്തിന് സംഭാവന നൽകിക്കൊണ്ട് ഉൽപാദനം അതിന്റെ സാമ്പത്തിക മുൻഗണനകളിൽ ശക്തമായ ശ്രദ്ധയും കേന്ദ്രീകരിക്കും. തൽഫലമായി ആഭ്യന്തര ആഗോള വിപണികൾക്കായി ഇന്ത്യയിൽ സഹ നിർമ്മാണത്തിനും സഹ ഉൽപാദനത്തിനും അവസരമുണ്ടാകുമെന്നും എസ് ജയശങ്കർ പറയുന്നുണ്ട്. G20, G7 എന്നീ 2 പ്രധാന അന്താരാഷ്ട്ര ഗ്രൂപ്പുകളുടെ അധ്യക്ഷന്മാരായി ഇന്ത്യക്കും ജപ്പാനും 2023 ഒരു സുപ്രധാന വർഷമായിരുന്നു. ഇന്ത്യ ജപ്പാൻ പ്രത്യേക സ്ട്രാറ്റജിക് ആൻഡ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപിച്ചതിന്റെ 10
10ാം വാർഷികം ആഘോഷിക്കുന്നതിൽ 2024 ഒരു സുപ്രധാന വർഷം കൂടിയാണ്. 2024 ഇന്ത്യ ജപ്പാൻ ടൂറിസം എക്സ്ചേഞ്ച് വർഷമായി ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ ആളുകൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഉത്തേജനം ലഭിക്കുമെന്നും എസ് ജയശങ്കർ പറയുന്നുണ്ട്.